ഹലോ ഗൈസ്, ഇന്നിപ്പോൾ ശനിയാഴ്ച ആയിട്ട് നമുക്ക് കുറച്ച് പ്ലാൻസ് ഉണ്ട്. എന്തൊക്കെയോ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ലിസ്റ്റ് ചെയ്ത് വെക്കലുണ്ട് ഡെയിലി. അപ്പോൾ ഇന്നിപ്പോൾ ചെയ്യേണ്ടതിൽ ഫസ്റ്റ് നമ്മുടെ പ്രയോറിറ്റിയിലുള്ളത് സുഡിയോ പോക്കാണ്. ഇന്നിപ്പോൾ സുഡിയോയിൽ ഫസ്റ്റ് പോകാൻ വേണ്ടിയുള്ള കാരണം എന്താ വെച്ചാൽ അപമാനത്തിൻ്റെ കാരണം നമ്മൾ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ജിമ്മ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡെയിലി പോകേണ്ട വെച്ചാൽ ചില പ്രത്യേക സാഹചര്യങ്ങളാൽ നമുക്ക് ഡെയിലി പോകാൻ വേണ്ടി പറ്റാറില്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞ ആഴ്ച കംപ്ലീറ്റ് ആയിട്ട്, അതായത് തിങ്കൾ തൊട്ട് വെള്ളിയാഴ്ച വരെ നമ്മൾ മുടങ്ങാണ്ട് പോയി 5 ദിവസം. ഈ 5 ദിവസം ചെയ്തിട്ടാകുമ്പോൾ നമ്മൾ ഇന്നലെ അതിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ജിമ്മിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടാകുമ്പോൾ നമ്മളെ ട്രെയിനർ പേര് നമ്മൾ പറയുന്നില്ലേ, നമ്മളെ ട്രെയിനർ നമ്മളോട് പറയുന്ന നമ്മൾ അപമാനിച്ചു. എന്താ അപമാനം എന്നറിയോ? ഈ റേഷൻ പീടികയിൽ പോവാൻ വേണ്ടിട്ട് വന്ന കുപ്പായ ഇട്ടിട്ടാണോ റീൽസ് ചെയ്യുന്നത്. ജിമ്മിന് വന്നിട്ട് റീൽസ് എടുക്കുന്നത്, വീഡിയോ എടുക്കുന്നത് റേഷൻ പീടികയില്. നമ്മൾ നമ്മുടെ കംഫർട്ടിനനുസരിച്ച് ഡ്രസ് ഇട്ടാണ് ജിമ്മിന് പോലെ, അത് വേറെ കാര്യം. സോ നമ്മളോട് പറയുന്നത് ആ സ്റ്റുഡിയോയിൽ പോയാലും 399 രൂപയ്ക്ക് നല്ല അടിപൊളി ജിം വെയർ കിട്ടും. അതെല്ലാം എടുത്ത് ഇട്ടിട്ട് വന്നിട്ട് വീഡിയോ എടുക്കുക. ജിമ്മിനും കുറച്ച് റീച്ച് കിട്ടും. ഈഗോ ഹേർട്ടായി ഗൈസ്, ഈഗോ ഹേർട്ടായി. അപ്പോൾ നമ്മളെന്താ വെച്ചപ്പോ നമ്മുടെ ലുക്കിലാണ് പ്രശ്നം. നമുക്ക് 399 രൂപയ്ക്ക് ജിം വെയർ കിട്ടിയിട്ടില്ലെങ്കിൽ പൊന്നു മോനെ ട്രെയിനറെ. അപ്പൊ പിന്നെ നമുക്ക് സ്റ്റുഡിയോയിൽ പോയിട്ട് ബാക്കി കാണാം. വിചാരിച്ച സാധനം കിട്ടിയില്ല. നമുക്ക് വിഷമം എന്താന്ന് വെച്ചാൽ ചെറിയ വിഷമമുണ്ട്. നമുക്ക് എന്തായാലും അറിയാമല്ലോ സ്റ്റുഡിയോയിൽ അങ്ങനത്തെ സാധനം ഇല്ല. ആരല്ല, നമ്മുടെ ട്രെയിനർ പറ്റിച്ചു, അത്ര തന്നെ. എന്നിട്ട് നമ്മൾ എന്തൊക്കെയത് ഓൺലൈനിൽ എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പം നമ്മുടെ ആ വിഷമം കോമ്പൻസേഷൻ ചെയ്യണമല്ലോ. അപ്പം നമ്മൾ ഇന്ന് എന്താക്കി, അത് ബിരിയാണിയിൽ തീർക്കാൻ വിചാരിച്ചിട്ട് നമ്മൾ തൽബാക്കിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് മൂഞ്ചനാണ് ഗൈസ്. ഇവിടെ നമ്മൾ ചമ്മന്തി പ്രതീക്ഷിച്ചിട്ടാണ് വന്നത്. അതിവിടെ കിട്ടിയിട്ട് അതിന്ന് ഇല്ല ഇടാം. അപ്പം നമ്മൾ ഓക്കെ, ഇവിടുത്തെ ബിരിയാണി ഇല്ലേ ഒരു രക്ഷയില്ലാത്ത ബിരിയാണിയാണ് കേട്ടോ. പക്ഷെ ആ ചമ്മന്തി കൂടെ വേണമായിരുന്നു, എന്നാലേ. അല്ല ശരിയല്ല, വായിലിടണമെന്നില്ല. ബിരിയാണി തിന്നിട്ട് നമ്മുടെ സങ്കടം തീർന്നിട്ടില്ല. ഐസ്ക്രീമും കൂടെ ഷെയറിങ് ആണ്, ഒരു ഐസ്ക്രീമേ ഉള്ളൂ. അപ്പോൾ ജിമ്മ് എപ്പോഴും അങ്ങനെയാണ്. എന്തിനാ നീ എല്ലാം ജിമ്മിന് പോകുന്നതെന്ന് ചോദിക്കരുത്. എന്തിനാ നീയൊക്കെ ജിമ്മിന് പോകുന്നതെന്ന് ആരും ചോദിക്കരുത് കേട്ടോ.